ബഹുമാനപ്പെട്ട KSRTCയിലെ വകുപ്പ് മന്ത്രി, താങ്കളുടെ ഒരു വീഡിയോ കാണാനിടയായി ഫേസ്ബുക്കിൽ. ചിലന്തി വല അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് CLR ജീവനക്കാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് കണ്ടത്. ഒന്ന് ആലോചിക്കൂ, അതിന് മേളിൽ ചിലന്തി വല. ഇവിടെ CLRക്ക് എന്താണ് പണി? അതിന് മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല കിട്ടി ആ ചിലന്തി വല അടിച്ചു കളഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ ഇനി അടിക്കാൻ? ഞാൻ പറയാൻ ഒന്ന് അടിച്ചു കളിച്ചാലാം. കാരണം ഇന്നാ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക. അല്ലാത്ത CLR എല്ലാം നാളെ രാവിലെ പറഞ്ഞു വിട്ടേക്കും. വേറെ കാര്യമൊന്നുമില്ല. അതിനെ ശിവാർജയം കൊണ്ടാലും വരികയും വേണ്ട, നടക്കത്തുമില്ല. വേറെ ആളെ വയ്ക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുത്താൽ പോലെ. അത് ആ ജോലി ചെയ്യാൻ അന്തസ്സായി ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. യാതൊരു രാഷ്ട്രീയവും പാടില്ല. ആരാണോ ജോലി ചെയ്യാൻ തയ്യാറുള്ള അവർക്ക് ജോലി കൊടുക്കുക, അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക. ഇതൊക്കെ നല്ല ടൈൽസ് ഒട്ടി ചെയ്യുക, നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചേക്കുന്നത്. ആ തൂണെല്ലാം ഏറ്റിയോ കണ്ടല്ലോ, ഏറ്റിയോ ഹലോ ഇങ്ങോട്ട് നോക്ക്. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മറ്റന്നാ കാണാൻ പറ്റും തിങ്കളാഴ്ച. എല്ലാം നല്ല ഒരു അഴുക്കൽ ചിക്കറും എല്ലാം വെള്ളം നനച്ച് വെച്ചിട്ട് ഈ പോസ്റ്റ് എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു. സെക്യൂരിറ്റിയൊക്കെ നിയമിച്ചു തരും, കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റിയൊക്കെ അതൊക്കെ MD പറഞ്ഞാൽ ഇപ്പം നിന്ന് ചെയ്തു തരും. പിന്നെന്താ? അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും. നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല. ഈ CLR ആണ് ഈ തൂണൊക്കെ ഒരു സെക്യൂരിറ്റി അല്ല. ഈ തൂണിൽ പോസ്റ്റ് ഒട്ടിച്ചാൽ ഇളക്കി കളയേണ്ടത് CLR ചുമതല അല്ലേ? ആണല്ലോ, സെക്യൂരിറ്റിയുടെ ചുമതലയല്ല. ഒട്ടിക്കരുതെന്ന് പറയാം. അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത്. അത് KSRTCയിൽ വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹാരിത ഉണ്ടാകും. ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ തൂണുകളിലൊക്കെ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ ഈ തൂണിലൊക്കെ വെച്ചൊരു ബ്യൂട്ടിഫിക്കേഷനിലേക്ക് നീങ്ങണം എന്ന് പറയണം. ഇപ്പൊ ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാൻ ഇവിടെ CLR അടുത്ത് ഏർപ്പാട് ചെയ്യണം. എല്ലാ ദിവസവും അവർക്ക് അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്, വരാൻ പറ്റത്തില്ല. അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോടും. വെള്ളമൊക്കെ ഒഴിപ്പിക്കണം. അത് ഏറ്റിയുടെ ചുമതലയാ. ഞാൻ കേട്ടില്ല, അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ടല്ലേ. CLR ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് വെൽഫെയർ അസോസിയേഷൻ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം താങ്കളോട് പറഞ്ഞിരുന്നു, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ലായിരിക്കും. സാർ, 2400 സ്ക്വയർ ഫീറ്റോളം ആണ് ഒരു CLR ജീവനക്കാരൻ ഒരു ദിവസം ക്ലീൻ ആക്കേണ്ടത്. പക്ഷേ അത്രയുമാണോ അവർ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ മാത്രമേ അവർ ചെയ്യുന്നതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. സാർ, ഒരു ദിവസം അവരില്ലെങ്കിൽ ആ ATയുടെ റൂമിലൊന്ന് കയറാൻ കഴിയുമോ? ആ പബ്ലിക് ടോയ്ലറ്റ് അല്ല, ജീവനക്കാർ ഉപയോഗിക്കുന്ന, വനിതകളും പുരുഷന്മാരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളിൽ നമുക്കൊന്ന് കയറാൻ കഴിയും? അവർക്കൊരു ഗ്ലൗസ് കൊടുക്കാറുണ്ടോ? ഒരു ചൂല് കൊടുക്കാറുണ്ടോ? സോപ്പ് കൊടുക്കാറുണ്ടോ? ഇതൊന്നും കൊടുക്കാറില്ല. കൂടാതെ നിലവിലെ ഈ പെൻഷൻ പറ്റി പോകുന്ന ആളുകൾക്ക് പകരം CLR ജീവനക്കാരെ നിയമിക്കാത്തത് ആരുടെ കുറ്റമാണ് സാർ? CLRകാരുടെ കുറ്റമാണോ? അതായത് യൂണിറ്റ് അധികാരികളല്ലേ അത് ചെയ്യേണ്ടത്. ആളുകളെ എത്ര കുറയുന്നോ അതനുസരിച്ച് ആളുകൾ അവിടെ വെക്കുക. അവർക്ക് കൊടുക്കുന്ന വേതനം എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അതിനുള്ള ജോലിയാണോ അവർ ചെയ്യുന്നത്? അതിനപ്പുറം എന്തെല്ലാം ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ ആക്ഷേപിക്കല്ലേ സാർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല സാർ. ഈ വെയിലത്ത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, സാറിൻ്റെ ഡിപ്പോയ ചടയമംഗലം ഡിപ്പോയിൽ ആ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്തമിക്കുന്നത് വരെ ആ വെയിലത്ത് നിന്ന് ഗ്രൗണ്ട് ക്ലീൻ ചെയ്യുന്ന കാര്യം എന്ത് ബുദ്ധിമുട്ടാണ്. സാറ് രാവിലെ വരുമ്പോൾ കാണുന്നില്ലേ അവർ ആ ഗ്രൗണ്ടിൽ തൂത്തുവാരുന്നത്? എന്നിട്ടും അവിടെ ശക്തമായ ഇടപെടൽ, അവിടെ ഷണ്ടിങ്ങുകാരും VSും എല്ലാം കൂടെ ഇടപെട്ട് അവിടെ ATയോടൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ബസ് തൂത്തുവാരുന്നവർ കൃത്യമായും അതൊരു ബാറിൽ ഇടണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചതുകൊണ്ടാണ് ഇപ്പോഴത്രയെങ്കിലും കിടക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബസ് തൂത്ത് ഗ്രൗണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് കാറ്റടിച്ച് ആ ഗ്രൗണ്ട് മൊത്തം പറക്കും. അത് ഈ തൂപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. കാര്യം ഇതൊരു ചെറിയ പണിയല്ല സാറേ. നമ്മൾ വിചാരിക്കും തൂക്കുന്ന ചൂല് വെച്ച് ഇങ്ങനെ കാണിച്ചാൽ പോരെയെന്ന്. നമ്മളൊരു വീട് തൂത്ത് വൃത്തിയാക്കാൻ നമ്മളെ എന്തുമാത്രം ആയാസപ്പെടുന്നു. അതിനിടയിലാണ് അവർക്ക് സോപ്പില്ല, ജീപ്പില്ല, ചെരുപ്പില്ല, ഇതൊന്നും കൊടുക്കാതെ അവരെ കൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഇതെല്ലാം ചെയ്യുകയും കൂടാതെ മേലധികാരികളുടെ പീഡനവും. ഈ ഒരു നേരത്തെ അന്നത്തിന് വരുന്ന ആളുകളോടല്ല സാർ ഇത് കാണിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നേരിടാൻ തയ്യാറാണെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ, തന്നോടൊപ്പം ശക്തിയുള്ള അല്ലെങ്കിൽ തന്നെക്കാളും ശക്തിമാനുള്ള ആയ ആളുകളോട് എതിരിടുമ്പോഴല്ലേ അതിനകത്തൊരു ഗുമ്മുള്ളു. ഈ പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് അന്വേഷിച്ച് വരുന്ന ആളുകളെ അവരെ മേളിൽ ഈ കുതിര കയറുന്നതിന് പകരം യഥാർത്ഥത്തിൽ എത്ര ജീവനക്കാർ അവിടെ ആവശ്യമുണ്ടോ അത്ര ആളുകളെ പോസ്റ്റ് ചെയ്താൽ ഈ വിഷയമുണ്ടോ സാർ? എന്നിരുന്നു കഴിഞ്ഞാലും വേറൊരു കണ്ണു നിറയ്ക്കുന്ന ചില കാഴ്ചകളുണ്ട് സാർ. ആ CLR ജീവനക്കാർ വരുമ്പോൾ
അവിടെ കുറേ പട്ടികൾ, ഈ ഡിപ്പോകളിലെല്ലാം കേന്ദ്രീകരിച്ച് കുറേ പട്ടികളുണ്ടാകും സാർ. പക്ഷേ ഇവർ വരുമ്പോഴത്തേക്ക് ആ ജീവജാലങ്ങൾ വാലാട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമിച്ചു പോകും സാർ. ഇവർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരങ്ങളോ ഈ നായ്ക്കൾക്ക് കൊടുക്കാറുണ്ട്. KSRTCയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരുണ്ടായിട്ട് പോലും ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ നമ്മൾ ആ നായ്ക്കൾക്ക് വാങ്ങിക്കൊടുക്കാറില്ല. ആ നായ്ക്കൾ കാണിക്കുന്ന ഒരു സ്നേഹമെങ്കിലും സഹജീവി എന്ന നിലയിൽ ഈ ജീവനക്കാരോട് അവിടുത്തെ യൂണിറ്റിലെ അധികാരികൾ ചെയ്യേണ്ടേ സാർ? അപ്പോൾ താങ്കൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നല്ല പറയുന്നത്. അപ്പോൾ തെറ്റാണെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഏത് യൂണിറ്റിലാണ് അങ്ങനെ സംഭവിച്ചത്? അഥവാ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവനക്കാരുടെ കുറവുണ്ടോ? ഉണ്ടെങ്കിൽ അത് നികത്തണം. അത് അത്യാവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് താങ്കൾ തീർത്തും പറയണം. പറയാനുള്ളവരോട് പറയണം സാർ. സാർ ഇപ്പോഴത്തെ സാറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTCയെ നോക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ സാറിനുണ്ട്. പക്ഷേ ആ ധാരണ തെറ്റാണ്. അത് അയാളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. KSRTC മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടും ആ മനുഷ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ജീവനക്കാരും തോന്നിയിട്ടില്ല. പക്ഷേ വാസ്തവം ഇതാണ്, അവരനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ആ കരിയും പുകയും എന്ന് വേണ്ട അവർ നിൽക്കുന്ന നിപ്പ്, ആ ആഹാരം കഴിക്കുന്നത് ഇതേ കക്കൂസ് കഴുകുന്ന അതേ കൈ കൊണ്ടാണ് സാർ അവർ ആഹാരം കഴിക്കുന്നത്. കാര്യം ഒരു സോപ്പ് പോലും ചിലപ്പോൾ അവരുടെ കയ്യിൽ കാണില്ല. ആ വന്നിരുന്ന് എല്ലാം കൂടെ ഇരുന്ന് ആ മൂലയിലിരുന്ന് അല്ലെങ്കിൽ ആ പെട്ടിപ്പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോകും സാർ. അതുകൊണ്ട് അവരെ ദയവ് ചെയ്ത് കുറ്റം പറയരുത്. കുറ്റം പറയാനുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവരെ കണ്ടെത്തി അവരോട് പറയുക, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ തലയുള്ളപ്പോഴത്തേക്ക് പിന്നെ വാലാടേണ്ട കാര്യമില്ലല്ലോ സാർ എന്ന് സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. Thank you.